മകൾക്ക് ഒരു പ്രണയമുണ്ടെന്ന് അറിഞ്ഞ് അമ്മയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ പ്രണയത്തിനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചൊരമ്മയായിട്ടാണ് ചിലപ്പോൾ പ്രേക്ഷകർക്കത് ഫീൽ ചെയ്യുക. പക്ഷേ ഞാൻ എന്റെ പറഞ്ഞില്ലേ, പ്രസന്റിൽ അത് കാണുന്നില്ലല്ലോ. കാണുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിനകത്തെ കഥ നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം പ്രേക്ഷകർ തീരുമാനിക്കേണ്ട ഒരു സർപ്രൈസാ. സർപ്രൈസാണ് കണ്ടുകൊണ്ടിരിക്കുന്നതല്ല സിനിമ. സിനിമ എന്റെ വരുമ്പോൾ സർപ്രൈസ് ആണ്. ഭയങ്കര ഒരു ഓപ്പോസിറ്റ് പ്രതികരണമാണ് ആ സിനിമ. അതിപ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാണട്ടെ, അങ്ങോട്ട് കാണട്ടെ 13-ാം തീയതി. അപ്പൊ എന്തായാലും സംവിധായക സുഹൃത്താണെന്ന് പറഞ്ഞു. സുഹൃത്ത് എന്താണ് ഇതില് കരുതി വെച്ചത്? രമേഷും ഞാനുമായിട്ടുള്ള സൗഹൃദം ഈ പറഞ്ഞമാതിരി ഞങ്ങളൊക്കെ സിനിമ ഒരുപാട് കഥകളൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ നാട്ടിലുള്ള സമയത്താണ് ഇങ്ങനൊരു സംഭവത്തിൽ ഒരു ചെറിയ വേഷമാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇതൊരു ഷോർട്ട് ഫിലിമായിരുന്നു, ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്. അതിനകത്ത് 2 സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്താണ് എന്ന്. അപ്പോൾ വളരെ സാധാരണ ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു കൂട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് നമ്മൾ ഭംഗിയായി. പിന്നീടാണ് ഇതിൻ്റെ ഒരു തലം മാറുന്നത്. ഇതൊരു ഫീച്ചർ ഫിലിമിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു, പേര് മാറുന്നു. അന്ന് പേരും ഇതായിരുന്നില്ല. പക്ഷെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേരായിരുന്നു. 40കളിലെ പ്രണയം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടാനും ഇഷ്ടപ്പെടാനും വ്യാഖ്യാനിക്കപ്പെടാനും ഒക്കെ ഒരുപാട് സാഹചര്യങ്ങളുള്ള ഒരു പേരാണ്. അപ്പോൾ അന്ന് ഞാൻ ആ പേര് കണ്ടപ്പോൾ പേര് കൊള്ളാം, പേരും പോസ്റ്ററും നേരത്തെ സംഭവങ്ങൾ കൊള്ളാമായിരുന്നു. പിന്നെ ഇത് ഫെസ്റ്റിവലിനൊക്കെ പോയി ഞാനും എൻ്റെ തിരക്കുകളായിരുന്നു, രമേഷും ഇതിൻ്റെ ഷൂട്ടിൻ്റെ തിരക്കുകൾ നമ്മൾ അപ്ഡേറ്റ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ അന്ന് സംസാരിച്ചതെല്ലാം മാറി 40കളിലെ പ്രണയം എന്ന് പറയുന്നത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ഒരു കൊന്നമരം പോലെയുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ അറിയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾക്കൊന്നും എനിക്ക് ചെല്ലാൻ പറ്റിയിട്ടില്ല. ഇത് ഫെസ്റ്റിവലിൽ അയക്കുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നിനും പോകാൻ പറ്റിയിട്ടില്ല, ചെറിയ തിരക്കുകളൊക്കെ ആയതുകൊണ്ട്.